അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇഷ്ക് റസൂൽ പരിപാടിയിലേക്ക് സ്വാഗതം. ലോകത്തിനാകെ സന്മാർഗത്തിൻ്റെ സുവിശേഷവുമായി അവതരിച്ച പുണ്യപ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വിശ്വാസദീപ്തിയേകുന്ന ഏതാനും ഏടുകളുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. ആത്മചൈതന്യത്താൽ പ്രഭാമയമായ ആ ധന്യജീവിതത്തിൽ നിന്ന് ആധ്യാത്മിക ദാഹം ശമിപ്പിക്കുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകൾ ഞങ്ങൾ ചർച്ചാ വിഷയമാക്കുകയാണ്. ഈ പരമ്പരയിലെ ആദ്യ എപ്പിസോഡായ ഇന്ന് തൻ്റെ സൃഷ്ടാവിനോടുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദമ്യമായ സ്നേഹം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം മൗലവി എം നാസർ സാഹിബ്, അതുപോലെ തന്നെ മൗലവി ഇനാമുല്ല മസ്റൂർ സാഹിബ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഞാൻ ഇരുവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കും വിധം ആരാധനയിൽ മുഴുകുക എന്നതാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആത്യന്തിക ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും എന്നെ അറിഞ്ഞ് ആരാധിക്കാനായിട്ടല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. ഇതിനുള്ള ഒരു എളുപ്പവഴിയും അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ, അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ഏത് ഭാഗമെടുത്ത് പരിശോധിച്ചാലും അവയിലെല്ലാം ഒരു കാര്യം മിഴിച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അചഞ്ചലമായ ദൈവസ്നേഹവും ദൈവത്തിലുള്ള വിശ്വാസവുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദ് ലോകത്തുനിന്ന് തിരോധാനം ചെയ്യപ്പെട്ട സൃഷ്ടാവായ ദൈവത്തെ ജനങ്ങൾ വിസ്മരിച്ചു കളഞ്ഞ അന്ധകാര നിബിഡമായ കാലഘട്ടത്തിൽ മുഴു ലോകത്തിനും കാരുണ്യമായി അവിടുന്ന് അവതരിച്ചു. പിന്നീട് താൻ വിശ്വസിച്ച് സ്നേഹിച്ച ആ അള്ളാഹുവിന് സർവാർപ്പണം ചെയ്യുന്ന ഒരു ജനസഞ്ചയത്തെ വിട്ടുകൊണ്ടാണ് അവിടുന്ന് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞത്. ഞാൻ ചർച്ചയിലേക്ക് കടക്കാം. ഞാൻ ആദ്യം മൗലവി എം നാസർ സാഹിബിനോട് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ഓതിയ ആയത്ത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്, ഈ ആയത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻപറ്റുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് നമുക്ക് ദൈവദർശനം ലഭിക്കണമെങ്കിൽ, ദൈവസ്നേഹം കരസ്ഥമാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അനുധാവനം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനെ ഒന്ന് അല്പം വിശദീകരിക്കാമോ? ജസാക്കുമുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അറബി ഭാഷയിൽ അതിന് ഉപയോഗിക്കുന്ന വാക്ക് ഇർഫാൻ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് ഈ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ സത്ത എന്ന് പറഞ്ഞാൽ അത് വളരെ സൂക്ഷ്മമാണ്, അതേപോലെ തന്നെ അഗോചരവുമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ അതെടുത്ത് പറയുന്നുണ്ട്. ലാ തുദ്രികുൽ അബ്സാറു വഹുവ യുദ്രിക്കുൽ അബ്സാറ വഹുവൽ ലത്തീഫുൽ ഖബീർ. ദൃഷ്ടികൾക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല, എന്നാൽ അള്ളാഹു ദൃഷ്ടികളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കാരണം പറഞ്ഞത് വഹുവൽ ലത്തീഫ്, അള്ളാഹു അതിസൂക്ഷ്മനാണ് എന്നുള്ളതാണ്. സൂക്ഷ്മനായ അള്ളാഹു, അഗോചരനായ അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ സത്തയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിയാൻ സാധ്യമല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ താങ്കൾ ഓതിയ ആയത്തിൽ തന്നെ അള്ളാഹു ഒരു എളുപ്പ വഴി ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ആയത്തിതാണ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. അതായത് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ട, അള്ളാഹുവിനെ അനുഭവിച്ച, തൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായി ബോധ്യമായ ഒരു അസ്തിത്വത്തെ ഒരു പ്രവാചകനെ നമ്മുടെ മുമ്പാകെ വിവരിച്ചുകൊണ്ട് പറയുകയാണ്, നീ അവരോട് പറയുക, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. ഇതിലൊന്നാമത് പറയുന്നത് അള്ളാഹുവിനെ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായി വരും. ഒന്നേതാണ്? ഫത്തബിയൂനി, പിൻപറ്റണം. അള്ളാഹുവിനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചില പരിശ്രമങ്ങൾ, അതൊന്ന് പിൻപറ്റുക എന്നുള്ളതാണ്. മറ്റ് പല ആയത്തുകളിലും ഇത് സംബന്ധമായി അള്ളാഹു പറയുന്നുണ്ട്. വല്ലസീന ജാഹദു ഫീന ലനഹദിയന്നോ സുബുലന. ആരാണോ എൻ്റെ മാർഗത്തിൽ എന്നെ അന്വേഷിച്ചു കൊണ്ട് വരുന്നത്, തീർച്ചയായും അവർക്ക് അവരുടെ എൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് എന്നും അള്ളാഹു പറയുന്നുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിൻപറ്റുമ്പോൾ തീർച്ചയായും അള്ളാഹുവിനെ ലഭിക്കുമെന്ന് പറയുന്നു. അതിന് വേണ്ടത് നീ എന്നെ പിൻപറ്റുക. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നൽകുന്ന മറ്റൊരു മറുപടി യുഹ്ബിബുക്കുമുല്ലാ എന്നുള്ളതാണ്. അതായത് ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വാദം മാത്രമല്ല ഇവിടെ, പക്ഷേ തിരിച്ച് അള്ളാഹുവിൻ്റെ സ്നേഹം അത് നമ്മളിൽ പ്രകടമാക്കുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജീവിതം ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. കാരണം റസൂൽ തിരുമേനി അള്ളാഹുവിനെ സ്നേഹിച്ചു, അതിന് പകരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയെ സ്നേഹിച്ചു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ഏതേടുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് വ്യക്തമാകും. ഉദാഹരണമായിട്ട് റസൂൽ തിരുമേനിക്ക് ഹിറാ ഗുഹയിൽ വെച്ച് അള്ളാഹുവിൻ്റെ സന്ദേശം ലഭിച്ചു. അത് അള്ളാഹുവിൻ്റെ ഭാഷണം ലഭിക്കുകയാണ്. എത്രമാത്രം കോൺഫിഡൻസാണ്, എത്രമാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിക്ക് അള്ളാഹു ഉണ്ട്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത് ലഭിച്ചപ്പോൾ വീട്ടിൽ പോകുന്നു, തൻ്റെ ഭാര്യയോട് ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നു. അങ്ങനെ ഭാര്യ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് റസൂൽ തിരുമേനി കൊണ്ടുപോവുകയാണ്. വളരെ സുദീർഘമായ ഈ റിവായത്ത് നമുക്ക് ബുഖാരി പോലുള്ള ഹദീസുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ സമൂഹം ആദരിച്ചിരുന്ന ഏത് പോലെയായിരുന്നു? വളരെ ആദരിക്കുകയും വളരെയധികം സിദ്ദീഖാണ്, അമീനാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ് എന്ന് കരുതി എപ്പോഴും തന്നെ വളരെയധികം കണ്ണിലുണ്ണിയായി കണ്ടിരുന്ന പ്രവാചകൻ. ആ പ്രവാചകനായി അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിലാണ് സമൂഹം കണ്ടിരുന്നത്. പക്ഷേ വറഖത്ത് ബിൻ നൗഫലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി ഈ സന്ദേശത്തിൻ്റെ ഗൗരവം മനസ്സിലായി. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയോട് പറയുകയാണ്, ഒരു കാലം വരും, അന്ന് ഈ സമൂഹമല്ലേ താങ്കൾ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഈ സമൂഹം താങ്കളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും. ഇത് കേട്ടപ്പോൾ റസൂൽ തിരുമേനിക്ക് തന്നെ അത്ഭുതമായി. ബുഖാരിയിൽ വരുന്ന ആ വാക്കുകൾ ഇപ്രകാരമാണ്: ആ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കുമോ? കാരണം ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഈ സമൂഹം എന്നെ പുറത്താക്കുമെന്ന്. പിന്നീട് നടന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തുന്നു, സമൂഹം ഒന്നടങ്ക് എതിർക്കുന്നു, വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ. അവസാനം അവരെല്ലാവരും തന്നെ ഒത്തുചേർന്ന് ഒരു പ്രോഗ്രാം ഉണ്ടാക്കി. അതായത് ഒരുപക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്യുന്നത്, ഇതൊക്കെ ഇങ്ങനെയുള്ളത് ഏകദൈവ വിശ്വാസത്തെ പ്രബോധിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഏതെങ്കിലും സ്ഥാനമാനം ലഭിക്കാനായിരിക്കും, ഏതെങ്കിലും നേതാവാകാനായിരിക്കാം, പണത്തിന് വേണ്ടിയായിരിക്കാം, അതല്ലെങ്കിൽ തരുണി മണികൾ ലഭിക്കാനായിരിക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ ഭൗതികമായിട്ട് ആളുകൾ ചിന്തിക്കുക. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അവരുടേതായിരിക്കുന്ന ആ ഭൗതികമായിരുന്ന കാഴ്ചപ്പാടിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവർ കാണുന്നത്. അങ്ങനെ അവരെല്ലാം ഒരു സംഘം ചേർന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അടുത്ത് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇതെല്ലാം നൽകാമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അടുത്ത് എന്താണുള്ളത്? ഭൗതികമായിട്ട് അന്നൊന്നും തന്നെ ഇല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, ഒരു പക്ഷേ ശരിയാണ്, നിങ്ങൾക്കിതൊക്കെ എനിക്ക് നൽകാൻ സാധിക്കും, എന്നാൽ നിങ്ങൾക്ക് കഴിയാത്തൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അതുപോലും നിങ്ങൾ നൽകിയാലും ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അദ്ദേഹം പറയുകയുണ്ടായി, എൻ്റെ വലത് കൈയിൽ നിങ്ങൾ സൂര്യനെ വെച്ച് തന്നാലും ഇടത് കൈയിൽ ചന്ദ്രനെ വെച്ച് തന്നാൽ പോലും ഈ ഏകദൈവ വിശ്വാസത്തിലും നിന്നും ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രചാരണത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും തന്നെ പിന്മാറുകയില്ല എന്നുള്ളത്. അപ്പോഴാണ് ആ സമൂഹം തന്നെ പറഞ്ഞത്, ഇനി നമുക്ക് മുഹമ്മദിനെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ പറഞ്ഞു, ആഷിക്ക മുഹമ്മദും റബ്ബഹു, മുഹമ്മദ് തൻ്റെ റബ്ബിൽ ആഷിക്കായിപ്പോയി എന്നുള്ളത്. ഇത് അത്രമാത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ സ്നേഹം. കാരണം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി ഒരു ഭാഗത്ത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഈ സമൂഹത്തിൻ്റെ എതിർപ്പുകൾ നേരിടാൻ റസൂൽ തിരുമേനിക്ക് എവിടെ നിന്നാണ് കരുത്ത് കിട്ടുന്നത്? ഇത് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സ്നേഹമാണ് തൻ്റെ സമൂഹത്തെ പഠിപ്പിച്ചത്.
അവർക്കും പകർന്നു കൊടുത്തത് ഈ ഒരു ദൈവത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഹദ്റത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ഒരു അടിമയാണ്, നീഗ്രോയാണ്. അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു ചെറിയൊരു കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മർദ്ദനങ്ങളൊക്കെ സഹിച്ചപ്പോൾ, ചാട്ടവാറ് കൊണ്ട് അടി ലഭിച്ചപ്പോൾ, ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചേക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ആരെയും സഹായത്തിന് വിളിക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയോ മറ്റുള്ളവരെയോ ആരും സഹായത്തിന് വിളിക്കാതെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ എന്താണ്? അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ. അഹദ് അഹദ് എന്ന് മാത്രമാണ്. അവിടെ അത്രമാത്രം എൻ്റെ അള്ളാഹു എന്നെ രക്ഷിക്കും, ആ അള്ളാഹു എന്നെ സ്നേഹിക്കും എന്നുള്ള ആ ഉദാത്തമായ ബോധ്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ടല്ലേ അഹദ് അഹദ് എന്ന് പറഞ്ഞ് ഈ പീഡനങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഏൽക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിൻപറ്റിയാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യുഹബ്ബിബുക്കുമുല്ലാ, തീർച്ചയായും അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും. അതാണ് അള്ളാഹു ഈ ആയത്തിൽ വളരെ എളുപ്പമായിക്കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ ലഭിക്കും എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. ജസാക്കല്ലാ. മൗലവി ഇനാമുല്ല സാഹിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതം ഒന്ന് പബ്ലിക് ലൈഫുണ്ട്, ഒന്ന് പേഴ്സണൽ ലൈഫുണ്ട്. അതായത് ഒന്ന് പൊതുവായ ജീവിതവും പിന്നെ സ്വകാര്യമായ ജീവിതവും. അപ്പോൾ പൊതുജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് സ്വായത്തമായിരുന്ന ആ ദിവ്യജ്ഞാനത്തിൻ്റെ ആ പാരമ്യതയെക്കുറിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ വിവരിക്കാൻ സാധിക്കുമോ? ജസാക്കുമുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിതത്തിൻ്റെ ഏതംശം എടുത്താലും തിരുനബിക്ക് തൻ്റെ നാഥനോടുള്ള ഉത്കടമായ സ്നേഹം മറ്റെന്തിനേക്കാളും മുന്നിട്ട് നിൽക്കുന്നതായി കാണാം. ദൈവാസ്തിത്വത്തെ തിരുനബിയോളം തൻ്റെ അസ്തിത്വത്തിൽ ദർശിച്ച മറ്റൊരാളും ഇല്ലെന്നതാണ് സത്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിതത്തിൻ്റെ അനേകം ഉദാഹരണങ്ങൾ ഇത് സംബന്ധമായി എടുത്തു കാണിക്കാൻ സാധിക്കും. തലമുറകളായി ശിർക്കിൽ മുങ്ങിക്കിടന്ന മക്കക്കാരെ ധാർമ്മികവും ആധ്യാത്മികവുമായ അധപ്പതനത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് യഥാർത്ഥ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് തിരികെ കൊണ്ടുപോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. എന്നാൽ അവർ പകരം നൽകിയത് കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളുമായിരുന്നു. 13 വർഷക്കാലം നീണ്ടുനിന്ന ഈ പീഡനങ്ങളെക്കുറിച്ച് ഒരു വിശ്വാസിക്കും നെഞ്ചിരിപ്പോടെയല്ലാതെ വായിക്കാൻ സാധിക്കുകയില്ല. മർദ്ദനങ്ങൾ പീഡനങ്ങളും സഹിക്കുന്നതിനും അപ്പുറമായപ്പോൾ ദൈവകൽപ്പന പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉറ്റ സുഹൃത്തായ അബൂബക്കറുമായി മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. ശത്രുക്കൾ അവിടം കൊണ്ടുവന്ന് നിർത്താൻ ഒരുക്കമല്ലായിരുന്നു. ശത്രുക്കൾ അവരെ പിന്തുടർന്ന് തിരുനബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും യാത്രാമധ്യേ തങ്ങിയ സൗർ ഗുഹയുടെ ഗുഹാമുഖം വരെത്തി. ശത്രുക്കളൊന്ന് തലയുയർത്തി നോക്കിയാൽ മതി അവരെ കാണാൻ. താനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വല്ലാതെ പരിഭ്രാന്തനായി. അത് ആ ഉത്കണ്ഠ തന്നെക്കുറിച്ചല്ലായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ഇസ്ലാമിൻ്റെ ഭാവിയെക്കുറിച്ചുമായിരുന്നു. ആ നിർണായക ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു ഭയവുമില്ലാതെ തൻ്റെ ഉറ്റ സുഹൃത്തിനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, പരിഭ്രമിക്കേണ്ട, നമ്മളിവിടെ 2 അല്ല 3 പേരുണ്ട്, അള്ളാഹുണ്ട് നമ്മോടൊപ്പം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അസ്തിത്വത്തിൽ ദൈവത്തെ ദർശിച്ചില്ലായിരുന്നെങ്കിൽ സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തിയ ആ സങ്കീർണ സ്ഥിതിയിൽ അവിടുന്ന് പതറിപ്പോയനെ. അതും തന്നെ നീണ്ടകാലമായി കൊന്നുകളയാൻ വെമ്പൽ കൊള്ളുന്ന ബദ്ധവരികളെ മുന്നിൽ കാണുമ്പോൾ എത്ര ധീരനായ വ്യക്തിയും ഒന്ന് പതറിപ്പോകും. എന്നാൽ ദിവ്യജ്ഞാനത്തിൻ്റെ ഉത്തുംഗ പദവിയിൽ എത്തിയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭയവുമില്ലാതെ, ഒരു തെല്ലും അസ്വസ്ഥപ്പെടാതെ തൻ്റെ ഉറ്റ സുഹൃത്തിനെ സാന്ത്വനപ്പെടുത്തുന്നതാണ് നാം കാണുന്നത്. ലാ തഹസൻ ഇന്നല്ലാ മഅന, വിഷമിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ യാത്രാമധ്യേ ഉച്ചയ്ക്ക് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ കിടന്നു. സഹാബാക്കൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കുറച്ച് അകന്ന് മറ്റൊരു സ്ഥലത്താണ് വിശ്രമിച്ചിരുന്നത്. അതുവഴി വന്ന ഒരു ശത്രു
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നത് കാണുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ ഇതുതന്നെ നല്ലൊരു അവസരമെന്ന് കരുതിയ ആ വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിൽ തൂക്കിയിട്ടിരുന്ന വാളെടുത്തുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എത്ര കാലമായി ഈ ഒരു അവസരത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. അല്ലയോ മുഹമ്മദ്, താങ്കളെ എന്നിൽ നിന്ന് ആർക്ക് രക്ഷിക്കാനാകും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്ന അവസ്ഥയിൽ തന്നെ യാതൊരു വെപ്രാളവുമില്ലാതെ ശാന്തനായി പറഞ്ഞു, അള്ളാഹു എന്നെ രക്ഷിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണ ആ വാക്കുകൾ ഒരുപക്ഷെ പലർക്കും നിസ്സാരമായി തോന്നിയേക്കാം. എന്നാൽ അതുണ്ടാക്കിയ പ്രഭാവം എന്താണെന്ന് അറിയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് എത്ര സത്യബോധത്തോടെയാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്നെ അള്ളാഹു രക്ഷിക്കും എന്ന് കേട്ടതോടെ ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വാൾ താഴേക്ക് വീണു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാളെടുത്തുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിന്നെ ആര് രക്ഷിക്കും? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി കേട്ടിട്ടും ആ വ്യക്തി അള്ളാഹുവിനെ ഓർത്തില്ല. എന്നിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വെറുതെ വിട്ടു. ആ വ്യക്തി തൻ്റെ ഉള്ളിൽ ദൈവത്തെ ദർശിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ വ്യക്തിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലുള്ള ഒരു മറുപടി പറയാൻ സാധിക്കാത്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയുടെ പിന്നിൽ ദൈവത്തെ ദർശിച്ചതിൻ്റെയും ദൈവത്തെ തിരിച്ചറിഞ്ഞതിൻ്റെയും ഉദാത്ത ഭാവം ഉണ്ടായിരുന്നെന്ന കാര്യം നാം ഇവിടെ മനസ്സിലാക്കണം. ജസാഖല്ലാ ഇനാമുല്ല സാഹിബ്. മൗലവി നാസിർ സാഹിബ്, ഇനാമുല്ല സാഹിബ് പറഞ്ഞതുപോലെ പൊതുജീവിതത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രദർശിപ്പിച്ച അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി തിരുമേനി അനുഭവിച്ച ആ ദിവ്യജ്ഞാനത്തിൻ്റെ ആ പരമമായ അവസ്ഥ, അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വകാര്യ ജീവിതം, അതായത് വൈവാഹിക ജീവിതം, അതിൽ നിന്ന് നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോടുള്ള ആ ഇഷ്ക് പ്രകടിപ്പിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് എങ്ങനെയാണ്? ജസാ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പൊതുജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ഇഷ്കിനെ സംബന്ധിച്ച്, സ്നേഹത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. വൈവാഹിക ജീവിതത്തിലും അനേകം സംഭവങ്ങൾ നമുക്കിത് സംബന്ധമായി പറയാൻ സാധിക്കും. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത് 25-ാമത്തെ വയസ്സിലാണ്. ആ 25-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ യൗവനത്തിൻ്റെ കാലഘട്ടമാണ്. മനുഷ്യനിൽ അലതല്ലുന്ന എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന കാലഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി അന്ന് എന്താ ചെയ്തത്? അവിടെയാണ് റസൂൽ തിരുമേനിക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിറാ ഗുഹയിൽ പോവുകയാണ്. അവിടെ പോയി ഒരു നേരം പോയി വിസിറ്റ് ചെയ്ത് വരികയല്ല, 2, 3, 4 ദിവസം അവിടെ കഴിച്ചു കൂട്ടുന്നു. കുറേ ദിവസങ്ങളോളം കഴിച്ചു കൂട്ടുന്നു. ഭക്ഷണം എടുത്ത് പോകുന്നു, കാണാതാകുമ്പോൾ ഭാര്യ പോകുന്നു, ഭക്ഷണമായിട്ട് പോകുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ വിവാഹ ജീവിതത്തിൽ, അത് ഏകദേശം ഒരു ഭാര്യയോടുകൂടി 28 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഭാര്യയായിട്ടാണ് ജീവിച്ചത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനി ഭാര്യയുടെ വഫാത്തിന് ശേഷം, പിന്നീട് മദീനയിൽ പോയതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് വിവാഹങ്ങളൊക്കെ കഴിക്കുന്നത്. ഒരു നേരം റസൂൽ തിരുമേനിക്ക് 9 ഭാര്യമാർ വരെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഭാര്യമാർക്ക് ഓരോ ദിവസം നിർണ്ണയിച്ച് വെച്ചിട്ടുണ്ട്. അതായത് 9 ഭാര്യമാർക്ക് ഓരോരോ ദിവസം. അപ്പോൾ ഒരു ഭാര്യയുടെ അടുത്ത് ചെല്ലുന്നത് 9-ാമത്തെ ദിവസമായിരിക്കും. ഹസ്രത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചില രാത്രികളെ സംബന്ധിച്ച് വിവരിക്കുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും. വളരെ മനോഹരമാണ്. നമ്മളുടെയൊക്കെ ചിന്ത മറ്റൊന്നായിരിക്കും. പക്ഷേ 9 ദിവസം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുമ്പോൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയ്ക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടായിരിക്കും. കാരണം ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, എൻ്റെ അടുത്ത് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് കൂടുതൽ വഹി ലഭിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആഗ്രഹം ഇഷ്ടം അതാണ്. എന്നിരുന്നാലും ഒരു ഭാര്യ എന്നുള്ള നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സാമീപ്യം അവരെല്ലാവരും കൊതിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോവുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂൽ തിരുമേനി എൻ്റെ അടുത്ത് വന്നു, ഇന്ന് റസൂൽ തിരുമേനി സ്പർശനോ ചൂട് ഞാൻ ഏറ്റു. അപ്പോൾ എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ആയിഷ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന് രാത്രി
ഞാൻ എൻ്റെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ കഴിയട്ടെ എന്നുള്ളത്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹക്ക് ഏറ്റവും ഇഷ്ടം റസൂലുള്ളാഹിൻ്റെ ഇഷ്ടം നടപ്പിലാക്കുക എന്നുള്ളതാണ്. മറുത്തൊന്നും പറയാതെ അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ താങ്കൾക്ക് അതിന് അനുവാദം നൽകുന്നു. ഉടനെ തന്നെ എഴുന്നേൽക്കുന്നു, വുളു എടുക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് നമസ്കാരം തഹജ്ജുദ് നമസ്കരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഒരു റിവായത്തിൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആ ഒരു വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ആവർത്തിക്കുന്ന വാക്കുകൾ എന്താണ് എന്ന് റിവായത്ത് ചെയ്യുന്നുണ്ട്. സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത. ഇതാണ് പറയുന്നത്, സുബ്ഹാനക വബിഹംദിക, അല്ലാഹുവേ നിൻ്റെ സ്തുതിയോടൊപ്പം നീ പരിശുദ്ധനാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. നമ്മളൊക്കെ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യൽ എന്താണ്? നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടേതായിരിക്കുന്ന എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയാണ്. ഇവിടെ രാത്രി മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഖനിദ്രയെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് സുജൂദിൽ കടന്നുകൊണ്ട് തൻ്റെ ആശിക്കായിരിക്കുന്ന, തന്നെ പ്രേമിയായിരിക്കുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന അതിമനോഹരമായൊരു കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ഓരോരോ സന്ദർഭങ്ങൾ, ഒരു ദിവസത്തേതല്ല, ഓരോ സന്ദർഭങ്ങൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതിലൊരിക്കൽ ഇതെല്ലാം തന്നെ കണ്ട് ഇത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിനോട് വിലപിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിക്കുക പോലും ചെയ്തു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത്രമാത്രം വിലപിക്കുന്നത് എന്തിന്? ഇത്രമാത്രം സുജൂദിൽ കിടന്ന് കരയുന്നത് എന്തിന് എന്നുള്ളത്. താങ്കളുടെ എല്ലാ പാപങ്ങളും, എല്ലാ കുറവുകളും തെറ്റുകളും അള്ളാഹു വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതെല്ലാം പുറത്തു തന്നിട്ടില്ലേ? അവിടെയും ആ ചോദ്യം കേട്ടപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഓ ഞാൻ രക്ഷപ്പെട്ടു എന്നല്ലേ നമ്മൾ പറയുക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും തൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്കിനെയാണ് കാണിക്കുന്നത്. ആയിഷയോട് ചോദിക്കുന്നുണ്ട്, അഫലാ അകൂന അബദൻ ഷക്കൂറ, ഇതൊക്കെ ചെയ്ത അള്ളാഹുവിൻ്റെ ഒരു നന്ദിയുള്ള ദാസനായി ഞാൻ മാറണ്ടേ എന്നുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ ജീവിതം മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുവിനെ സ്നേഹിച്ച, അള്ളാഹുവിനെ കാണിച്ച, അള്ളാഹുവിനെ കണ്ട നബിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജസാക്കുമുള്ള. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ 2 സുപ്രധാന ഘട്ടങ്ങളെ ആസ്പദമാക്കി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം തൻ്റെ നാഥനെ സ്നേഹിച്ചിരുന്നു, ആ ഇഷ്ക് എത്ര അഗാധമായിരുന്നു എന്ന് നമുക്ക് ഈ 2 പണ്ഡിതന്മാരിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ മനസ്സിലാക്കാനായി. അവസാനമായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉദ്ധരണി കേൾപ്പിക്കുകയാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മുഹമ്മദ് എന്നു പേരുള്ള ഈ അറബി പ്രവാചകൻ എത്ര മഹോന്നത സ്ഥാനമാണ് അലങ്കരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പരമോന്നത പദവിയുടെ പാരമ്യത ഗ്രഹിക്കുക സാധ്യമല്ല. അവിടുത്തെ ആത്മീയ പ്രഭാവത്തെ കണക്കാക്കുക എന്നത് മനുഷ്യന് പറഞ്ഞിട്ടുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ പദവി വേണ്ട വിധം തിരിച്ചറിയപ്പെട്ടില്ലെന്നത് പരിതാപകരമാണ്. ലോകത്തു നിന്ന് തിരോഭവിച്ചു കഴിഞ്ഞ തൗഹീദ് വീണ്ടും ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഏക വീരയോദ്ധാവാണ് അദ്ദേഹം. അവിടുന്ന് ദൈവത്തെ അങ്ങേയറ്റം സ്നേഹിച്ചു. മാനവകുലത്തോടുള്ള അനുകമ്പയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഉരുകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയാന്തരാളങ്ങളെക്കുറിച്ച് അറിഞ്ഞ ദൈവം അദ്ദേഹത്തിന് എല്ലാ പ്രവാചകന്മാരിലും വെച്ച് അവരാദ്യത്തെയോ അവസാനത്തെയോ ആകട്ടെ ശ്രേഷ്ഠത നൽകുകയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം ആഗ്രഹിച്ചതെല്ലാം നൽകുകയും ചെയ്തു. റുഹാനി ഖസായിൻ വാള്യം 22 പേജ് 112. ഈ പരിപാടിയിൽ പങ്കെടുത്ത മൗലവി എം നാസർ സാഹിബിനും മൗലവി ഇനാമുല്ല സാഹിബിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.